കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ്. ഇങ്ങനൊരു മടങ്ങിവരവ് അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലേ സരസ്വതി തമ്പുരാട്ടി? അവരെ നോക്കി പുച്ഛത്തോടെ പറയുകയാണ് ധരൻ. അവരുടെ മുഖം താണു. 22 വർഷങ്ങൾക്ക് മുമ്പ് ഈ തറവാട്ടിൽ നിന്ന് എന്നെ ആട്ടിപ്പായിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ അമ്മയെ ഒരു ഭ്രാന്തിയാക്കി മുറിയിൽ അടച്ചിട്ടില്ലേ നിങ്ങൾ? നിങ്ങളുടെ സ്വന്തം രക്തമല്ലായിരുന്നോ എൻ്റെ അമ്മയുടെ അമ്മ? മനസാക്ഷിയുള്ള ഏതെങ്കിലും സ്ത്രീ ചെയ്യുന്നതാണോ നിങ്ങളന്ന് ചെയ്തത്? ധരൻ അലറി. എന്നിട്ട് കാർത്തുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡീ, നിനക്കറിയാമോടി ഈ കഥകൾ വലുതും? അവൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ടുയർത്തി. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. നിനക്കറിയാൻ വഴിയില്ല, കാരണം നിനക്കന്ന് 2 വയസ്സുള്ളൂ. കിതച്ചുകൊണ്ട് തന്നെ നോക്കി പറയുന്നവനെ കാർത്തു സൂക്ഷിച്ചു നോക്കി. അപ്പോഴേക്കും ലക്ഷ്മി ആൻ്റി അങ്കിളും ഓടി വരുന്നുണ്ട്. മോനെ ധരൻ, നീ വരുന്നുണ്ടോ വീട്ടിലേക്ക്? ലക്ഷ്മി ആൻ്റി ധരൻ്റെ കയ്യിൽ പിടിച്ചു. വരാം അമ്മേ, നിങ്ങളിപ്പോൾ ചെല്ല്. ഇല്ല, നീയും കൂടി വരാതെ ഞങ്ങൾ പോകില്ല. എൻ്റെ കഥ പറയട്ടമ്മേ ഇവരോടൊക്കെ. ദേ, ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് പോലും ഒന്നും അറിയില്ല. അവൻ കാർത്തുവിനെ പിടിച്ച് സരസ്വതിയമ്മയുടെ മുന്നിലേക്ക് നിർത്തി. നിന്റെ മുത്തശ്ശിയില്ലേ ഈ നിൽക്കുന്ന സരസ്വതി തമ്പുരാട്ടി? ഇവർക്കൊരു ചേച്ചിയുണ്ടായിരുന്നു, ജാനകി തമ്പുരാട്ടി. സൗന്ദര്യം കൊണ്ട് സമ്പന്നകളായിരുന്നു 2 സഹോദരിമാർ. ധരം പറയാൻ തുനിഞ്ഞതും ലക്ഷ്മി വന്ന് അവനെ തടഞ്ഞു. മോനെ, നീ വന്ന് വണ്ടി കയറ്, ഞാൻ പറഞ്ഞോളാം ഇവരോട് കഥകളൊക്കെ. വേണ്ട ലക്ഷ്മിയമ്മേ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല, ഞാൻ പറഞ്ഞോളാം. അനുഭവിച്ചത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്കല്ലേ. ധരൻ, നീ ഇവിടെ വന്നിരുന്നേ. വെറുതെ ഓരോന്ന് കാട്ടിക്കൂട്ടി നീ വിഷമിക്കാതെ മോനെ. മേനോനും കൂടി വന്നു പറഞ്ഞപ്പോൾ അവൻ മറുത്തൊന്നും പറയാതെ കൊണ്ട് അമ്മയുടെ അരികിലായി പോയിരുന്നു. ബാക്കി കഥകളൊക്കെ ലക്ഷ്മിയായിരുന്നു പറഞ്ഞത്. ജാനകിയും സരസ്വതിയും അമ്മയില്ലാതെയാണ് 2 സഹോദരിമാരും വളർന്നത്. അതും അവരുടെ മുത്തശ്ശിയുടെ ശിക്ഷണത്തിൽ. ജാനകിയെ കണ്ട് മോഹിച്ചാണ് ജന്മിത്തറ ഒരാലോചന വരുന്നത്. ആണും പെണ്ണുമായി ഒരേ ഒരു ആൺതരി മാത്രമുണ്ടായിരുന്നുള്ളൂ ആ കുടുംബത്തിൽ. ഒന്നും നോക്കാതെ കൊണ്ട് ജാനകിയുടെ അച്ഛൻ സമ്മതം മൊളി. കാരണം ആ നാട്ടിലെ പ്രഭുക്കന്മാരായിരുന്നു ചെക്കൻ്റെ കുടുംബം. അങ്ങനെ ഈ കാണുന്ന തറവാട്ടിലേക്ക് ജാനകി അറയ്ക്കൽ മാളികയിലെ രാജേന്ദ്രൻ്റെ ഭാര്യയായി കടന്നു വന്നു. ഒരു പാവം പെണ്ണ്, എല്ലാവരോടും വളരെ വിനയവും അടക്കവും ഒതുക്കവും ഒക്കെയുള്ള ഒരു സാധു. ആര് കണ്ടാലും ഇഷ്ടാകും. രാജേന്ദ്രൻ അവളെ പൊന്നുപോലെ സംരക്ഷിച്ചു. അവളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു. സന്തോഷമായിട്ട് അവർ കഴിഞ്ഞു പോന്നു. ജാനകിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചുപോയി. ശേഷം ആരോരുമില്ലാത്ത അനുജത്തിയായ സരസ്വതിയെ ജാനകി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവരും കൂടി സന്തോഷത്തോടെ കഴിഞ്ഞു വരികയാണ്. ജാനകിയുടെ കല്യാണം കഴിഞ്ഞു. വർഷം 6 ആയിട്ടും അവർക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ കൊടുത്തിരുന്നില്ല. ആ ഒരു ദുഃഖം മാത്രം ഇടയ്ക്കവരെ കീഴ്പ്പെടുത്തും. നേർച്ചയും കാഴ്ചയും വഴിപാടും ഒക്കെ നടത്തി അവരങ്ങനെ നടന്നു. അങ്ങനെ ഇരിക്കെ ആ സന്തോഷവാർത്ത അവരെ തേടിയെത്തി. ജാനകി ഗർഭിണിയായിരിക്കുന്നു. പിന്നീടങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകൾ. തറവാട്ടിലൊരു ഉത്സവ പ്രതീതി. തൻ്റെ ഭാര്യയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചാണ് രാജേന്ദ്രൻ കൊണ്ടു നടന്നത്. അങ്ങനെ അവർക്കൊരു പെൺകുട്ടി ജനിക്കുന്നു, ദേവകി എന്ന ഈ നിൽക്കുന്ന എൻ്റെ അമ്മ. പക്ഷേ വിധി വീണ്ടും അവരെ വേട്ടയാടുന്നു. പ്രസവത്തോടു കൂടി അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചുപോയ സഹോദരിയുടെ കുഞ്ഞിനെ പിന്നീട് നോക്കി വളർത്തിയത് സരസ്വതിയായിരുന്നു. അമ്പലത്തിലേക്ക് പോയിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞു പോയ രാജേന്ദ്രനും ഭാര്യയുടെ ദുഃഖം താങ്ങാനാവാതെ എവിടേക്കോ നാടുവിട്ടുപോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ സരസ്വതി വിവാഹിതയാവുന്നു. 2 ആൺമക്കൾ ജനിക്കുന്നു. അത്രനാളും സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച സരസ്വതി പിന്നീട് ദേവമ്മയോട് ക്രൂരമായി പെരുമാറുന്നു. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഈ സഹോദരങ്ങളെയും നോക്കി വളർത്തി അവൾ ഇവിടെ ഒരു അടിമയെപ്പോലെ ഈ 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞു.
ആകെ വല്ലപ്പോഴും പോകുന്നത് അമ്പലത്തിലേക്ക് മാത്രം. പഠിക്കാൻ ബഹുമിടിക്കായിരുന്നു ദേവകി. 10ാം തരം കഴിഞ്ഞതും ദേവകി കോളേജിൽ ചേർന്നു. ഒരുപാട് പുതിയ കൂട്ടുകാരികൾ, സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ. ജീവിതത്തിൽ ഒരു പുതുവസന്തം വന്ന പോലെ. അങ്ങനെയിരിക്കും ഒരു ദിവസം ദേവകിക്ക് ഒരു പുതിയ കൂട്ടുകാരനെ ലഭിച്ചു. വേണു. നന്നായി പാട്ട് പാടുന്ന, ചിത്രം വരയ്ക്കുന്ന, കവിതകൾ എഴുതുന്ന വേണു. അവരുടെ സുഹൃത്ബന്ധം പ്രണയത്തിന് വഴിമാറ്റാൻ അധികം ദിവസം വേണ്ടി വന്നില്ല. അവരുടെ പ്രണയം പൂത്ത് തളിർത്തു. ദേവകിയാണെങ്കിൽ ആരോടും പറയാതെ മൂടി വെച്ചതാണ് തൻ്റെ ഇഷ്ടം. പക്ഷെ ഒരു ദിവസം അവളുടെ കൂട്ടുകാരിയും അയൽക്കാരിയുമായ സുമിത്ര അതറിയുന്നു. അവളുടെ അമ്മ വഴി അത് സരസ്വതിയിലേക്കും എത്തി. കോളേജ് വിട്ടുവന്ന ദേവകിയെ അവർ പൊതിരെ തല്ലി. പഠനം നിർത്തി വീട്ടു തടങ്കലിലാക്കി. സുമിത്രയും ഒരുപാട് വിഷമിച്ചു. കുറ്റബോധം അവളെ തളർത്തി. പാവം വേണു ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ദേവകിക്ക് എന്തു പറ്റിയെന്നറിയാതെ അയാൾ വിഷമിച്ചു. സുമിത്രയോട് ചോദിച്ചപ്പോൾ അവളാണ് ഇതെല്ലാം ഏറ്റു പറഞ്ഞത്. രാത്രിയിൽ അവൻ വന്ന് വിളിക്കുമെന്നും പിന്നാമ്പുറത്തെ വാതിലിൽ കൂടി ഇറങ്ങി വരണമെന്നും വേണു സുമിത്രയോട് പറഞ്ഞു വിട്ടു. 23 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നുള്ളൂ വേണുവിന്. ഇരുവരുടെയും പ്രായത്തിൻ്റെ എടുത്തുചാട്ടവും പക്വതയില്ലായ്മയും. അന്ന് രാത്രിയിൽ വേണു വന്നു. ദേവകി അവനോടൊപ്പം ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇരുവരും ആ നാട് വിട്ടു. പാലക്കാട് എവിടെയുള്ള ഗ്രാമത്തിൽ വേണുവിൻ്റെ ഒരു സുഹൃത്ത് വഴി അവരെത്തിച്ചേർന്നു. അവിടെ ഒരു ചെറിയ കമ്പനിയിൽ അവൻ ജോലിക്ക് കയറി. അവരുടെ ചെറിയ ജീവിതത്തിൽ സന്തോഷം നിറയുകയായിരുന്നു. പിന്നീട് അവരുടെ വീടിനോട് ചേർന്ന് താമസിച്ചിരുന്നവർ ഒരു സതീദേവിയും കൃഷ്ണമേനോനും. ഒരു കുടുംബം പോലെയാണ് അവർ കഴിഞ്ഞിരുന്നത്. തങ്ങൾക്ക് കിട്ടിയ ചെറിയ വരുമാനത്തിലൂടെ വേണുവും ദേവകിയും പുതിയൊരു ജീവിതം പടുത്തുയർത്തി. അങ്ങനെയിരിക്കെ അവരുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു അതിഥി കൂടി വരുന്നുണ്ടെന്നറിഞ്ഞു. അവരുടെ സന്തോഷത്തിന് മധുരം കൂടി. പിന്നീടങ്ങോട്ട് കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളായിരുന്നു. ദേവിക്ക് എല്ലാ സഹായവും ചെയ്തുകൊണ്ട് അവളുടെ സതിയേട്ടത്തി ഒപ്പം ഉണ്ടായിരുന്നു. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരാൺകുഞ്ഞിനെ ഈശ്വരൻ അവർക്ക് നൽകി. കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോഴാണ് ദാരുണമായ ആ സംഭവം നടന്നത്. വേണു ജോലി ചെയ്യുന്ന കമ്പനിയിൽ 2 യൂണിയനുകൾ ഉണ്ടായിരുന്നു. യൂണിയൻകാർ തമ്മിലുണ്ടായ വിഷയം പരിഹരിക്കാനായി കമ്പനി നിയോഗിച്ചത് വേണുവിനെയാണ്. അവരുമായി ചർച്ചയ്ക്കെത്തിയ വേണു ഒരു യൂണിയന് വേണ്ടി തന്നെ സംസാരിക്കുന്നുവെന്ന് പറഞ്ഞ് എതിർ യൂണിയൻ ബഹളമുണ്ടാക്കി. ആരോ ഒരാൾ വേണുവിനെ പിന്നിൽ നിന്നും കുത്തി വീഴ്ച്ചു. ഹോസ്പിറ്റലിൽ എത്തിക്കുവാനും കുറച്ച് സമയം വേണ്ടി വന്നു. പക്ഷെ അപ്പോഴേക്കും വേണു ദേവകിയെയും കുഞ്ഞിനെയും തനിച്ചാക്കി ഈ ലോകത്തു നിന്നും യാത്രയായി. വിവരമറിഞ്ഞ ദേവകി ഒരു ഭ്രാന്തിയെപ്പോലെയായി. ആരോടും മിണ്ടുകയും പറയുകയും ചെയ്യാതെ, കുഞ്ഞിനെ പോലും ഒന്ന് നോക്കാതെ അവൾ മുറിയിൽ തന്നെ ഇരിപ്പായി. പിന്നീട് കുറേ നാളുകൾ വേണ്ടി വന്നു അവൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ. അപ്പോഴൊക്കെ ഒരമ്മയെപ്പോലെ അവളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് സതിയേട്ടത്തിയാണ്. വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു. കുഞ്ഞിന് 6 വയസ്സുള്ളപ്പോൾ അവരെല്ലാവരും കൂടി ഗുരുവായൂരിലേക്ക് ഒരു യാത്ര പോയി. അവിടെ വെച്ചാണ് ദേവകി വീണ്ടും സരസ്വതിയമ്മയും കുടുംബത്തെയും കണ്ടുമുട്ടുന്നത്. ആരുടെയോ കല്യാണത്തിന് പങ്കെടുക്കാൻ എത്തിയതാണവർ. മുഖം മൂടി അണിഞ്ഞുകൊണ്ട് അവളെ സ്നേഹിച്ചു വശത്താക്കി സരസ്വതിയമ്മയും മക്കളും വീണ്ടും അവളെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴൊന്നും ദേവകി അറിഞ്ഞിരുന്നില്ല തനിക്ക് അവകാശമുള്ള ഈ തറവാടും ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന സ്വത്തുക്കളും കൈക്കലാക്കുവാൻ വേണ്ടി സരസ്വതി കളിക്കുന്ന നാടകമാണിതെന്ന്. 3 മാസക്കാലം വലിയ തരക്കേടില്ലാതെ കഴിഞ്ഞുപോയി. അപ്പോഴൊക്കെ സരസ്വതിയെ മക്കളെയും വേട്ടയാടിയത് ദേവകിയുടെ മകനാണ്. അവനെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ ഈ കാണുന്ന സ്വത്തിൻ്റെ എല്ലാം ഏക അവകാശി അവനാകുമെന്ന് അവർ മനസ്സിലാക്കി. നാരായണനും അവൻ്റെ അനിയനും ചേർന്ന് തരം കിട്ടുമ്പോഴൊക്കെ ആ കുട്ടിയെ ഉപദ്രവിച്ചു. കുട്ടിയുടെ പുറത്തും കാലിലും ഒക്കെ അവരടിക്കുന്ന പാട് തിണിർത്ത് കിടക്കും. ദേവകിയോട് അവൻ കരഞ്ഞു പറഞ്ഞതാണ് നമുക്കിവിടുന്ന് പോകാമെന്ന്. പക്ഷെ അവൾക്കും ഇവിടെ നിൽക്കാതെ വേറൊരു നിർവാഹമില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ദേവകി എവിടേക്കോ പോയ തക്കം നോക്കി നാരായണനും അമ്മയും കൂടി ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് ആകെ പൊള്ളിച്ചു. വാവിട്ട് നിലവിളിക്കുന്ന മകനെ കണ്ടുകൊണ്ടാണ് ദേവകി കയറി വന്നത്. ഒരു കാരണവശാലും അമ്മ ഇതറിയരുതെന്ന് പറഞ്ഞ് നാരായണനും സരസ്വതിയമ്മയും കൂടി
കുഞ്ഞിനെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് നാരായണനും വാസുദേവനും കൂടി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. ദേവകി ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. കുട്ടിയുടെ അമ്മാവന്മാരല്ലേ തങ്ങളെന്ന് പറഞ്ഞ് അവർ രണ്ടാളും കൂടി കൊണ്ടുപോയത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഞങ്ങൾ ധരനെ കാണുന്നത്. ഒരുപക്ഷെ സാക്ഷാൽ ഗുരുവായൂരപ്പനാവും ഇവനെ ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. പണ്ട് പാലക്കാട് ദേവകിയുടെ വീടിനടുത്ത് താമസിച്ച സതീദേവിയും കൃഷ്ണമേനോനും എൻ്റെ ബന്ധുക്കളായിരുന്നു. അവിടെ വന്നപ്പോഴൊക്കെ ധരനെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. വെളുത്ത് തുടുത്ത് സുന്ദരനായ ഒരു കുട്ടിയായിരുന്നു ഇവൻ. പക്ഷെ ഞങ്ങൾ വീണ്ടും കണ്ടപ്പോൾ തിരിച്ചറിയാനാവാത്ത വിധം ഇവൻ ആകെ മാറിപ്പോയി. ഞങ്ങൾ എറണാകുളത്താണ് താമസം. ധരനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശേഷം സതിയെടുത്തെ വിളിച്ചപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. കുട്ടി അപ്പോഴേക്കും വല്ലാതെ ഭയപ്പെട്ടു പോയി. അമ്മ അമ്മ എന്ന് മാത്രം ഇടയ്ക്കൊക്കെ പറയും. ധരനപ്പോൾ ഞങ്ങളോട് സംസാരിക്കുക പോലും ചെയ്യില്ലായിരുന്നു. കൗൺസിലിംഗ് കൊടുത്ത ശേഷമാണ് ഇവൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. തിരികെ ദേവകിയുടെ അടുത്തേക്ക് വിട്ടാൽ ഈ കുഞ്ഞിനെ അവർ ജീവനോടെ വെച്ചേക്കില്ലെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം മകനെപ്പോലെ കണ്ട് ധരനെ ഞങ്ങൾ വളർത്തി. ദേവനെന്നായിരുന്നു അവൻ്റെ പേര്. അത് മാറ്റി ധരൻ ദേവെന്നാക്കി. നല്ലൊരു സ്കൂളിൽ ഇവൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചു. സ്വന്തമായി ഒരു ജോലി നേടി ഒരു വരുമാനമൊക്കെ ആയ ശേഷം നിൻ്റെ അമ്മയുടെ അരികിലേക്ക് തിരികെ എത്തിക്കാമെന്ന് ഞങ്ങൾ ധരന് വാക്ക് നൽകി. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടേക്ക് വീണ്ടും എത്തിയത്. തുടരും.